ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ ബെയിലിൻ ദാസിന് ജാമ്യമില്ല. ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും. അതേസമയം ശ്യാമിലി മർദ്ദിച്ചുവെന്ന് ബെയിലിൻ കോടതിയിൽ പറഞ്ഞു. മർദ്ദനത്തിൽ കേൾവിക്ക് തകരാർ സംഭവിച്ചുവെന്നും ബെയിലിന്റെ വാദമുണ്ട്. ഏതായാലും ബെയിലിന് ജാമ്യമില്ല എന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് പങ്കുവെക്കാൻ കഴിഞ്ഞ ദിവസമാണ് രാത്രി സ്റ്റേഷൻ പൗണ്ട് കടവിൽ വെച്ച് ബെയിലിൻ ദാസിനെ പിടികൂടിയത്. വഞ്ചിയൂർ പോലീസിന് തുമ്പ പോലീസ് പിടികൂടിയ ബെയിലിൻ ദാസിനെ വഞ്ചിയൂർ പോലീസിന് കൈമാറി ഇന്ന് രാവിലെയാണ് കോടതിയിൽ ഹാജരാക്കിയത്. മുൻകൂർ ജാമ്യാപേക്ഷ നേരത്തെ തന്നെ ബെയിലിൻ ദാസ് സമർപ്പിക്കുകയും ചെയ്തിരുന്ന ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ ബെയിലിൻ ദാസിന് ജാമ്യമില്ല എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. നിരവധി കള്ളങ്ങൾ ബെയിലിൻ ദാസ് ശ്യാമിലിക്കെതിരെ പറഞ്ഞിരുന്നു. ശ്യാമിലി മർദ്ദിച്ചതിനെ തുടർന്ന് തന്റെ കേൾവിക്ക് തകരാർ പറ്റി എന്നത് അടക്കമുള്ള കാര്യങ്ങൾ കോടതിയിൽ ബെയിലിൻ ദാസ് ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. ഏതായാലും വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ കോൺഗ്രസുകാരനായ ബെയിലിൻ ദാസ് നടത്തിയ അതിക്രമം, ജൂനിയർ അഭിഭാഷകയുടെ മുഖം അടിച്ചു പൊട്ടിച്ചു, നിലത്തിട്ട് ചവിട്ടിയ ബെയിലിൻ ദാസിന് ജാമ്യമില്ല എന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഷീജ ഇപ്പോൾ ചേരുന്നുണ്ട്. ഷീജ, എന്താണ് കോടതിയിൽ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ജാമ്യം തള്ളിക്കൊണ്ട് കോടതി എന്താണ് പറഞ്ഞത്? ജൂനിയർ അഭിഭാഷകയായ ശ്യാമിലിയെ മർദ്ദിച്ച കേസിൽ സീനിയർ അഭിഭാഷകൻ ബെയിലിൻ ദാസിന് ജാമ്യമില്ല. ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കുമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതേസമയം ശ്യാമിലി മർദ്ദിച്ചുവെന്ന് ബെയിലിൻ കോടതിയിൽ പറഞ്ഞ വിവരങ്ങളുമായി ഷീജ ചേരുകയാണ്. ഷീജ, എന്താണ് വിവരങ്ങൾ കൂട്ടിച്ചേർക്കാൻ കഴിയുന്നത്? ഈ അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്തിരുന്ന ബെയിലിൻ ദാസ് കഴിഞ്ഞ 3 ദിവസമായി ഒളിവിലായിരുന്നു. ശ്യാമിലിയെ മർദ്ദിച്ച ശേഷം ഒളിവിൽ പോയിരുന്ന 3 ദിവസം ഒളിവിലായിരുന്ന സുഹൃത്തിന്റെ സഹായത്തോടു കൂടി ഒളിവിൽ കഴിഞ്ഞിരുന്ന ബെയിലിൻ ദാസിനെ കഴിഞ്ഞ ദിവസം രാത്രിയാണ് പോലീസ് പിടികൂടിയത്. തുമ്പ പോലീസ് കസ്റ്റഡിയിലെടുത്ത ബെയിലിൻ ദാസിനെ വഞ്ചിയൂർ പോലീസിന് കൈമാറി. വഞ്ചിയൂർ പോലീസാണ് ഇന്ന് കോടതിയിൽ ഹാജരാക്കി. ഇപ്പോൾ ബെയിലിൻ ദാസിന് ജാമ്യമില്ല എന്ന വിവരം പുറത്തു വരുന്നു. ബെയിലിൻ ദാസിനെ കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നു. ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഏതായാലും വിവരങ്ങളുമായി ഷീജ ചേരുകയാണ്. ഷീജ, എന്താണ് ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് കോടതി എന്തെങ്കിലും പ്രസ്താവന നടത്തിയോ? എന്താണ് വിവരങ്ങൾ? സിജു, ഏതായാലും നിലവിൽ ഇപ്പോൾ ബെയിലിൻ ദാസിന് ജാമ്യം സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഒരു തീരുമാനം എത്തിയിട്ടില്ല. പക്ഷേ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഈ മാസം 30 വരെയാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് അത് ഇന്ന് ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കുകയായിരുന്നു. അത് നാളത്തേക്ക് മാറ്റുകയാണ് ചെയ്തത്. അല്പസമയം മുമ്പാണ് എനിക്ക് പിന്നിൽ കാണുന്ന ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഇവിടെ കോടതിക്കുള്ളിൽ നിന്നും ബെയിലിൻ ദാസിനെ പുറത്തേക്ക് കൊണ്ടുപോയത്. റിമാൻഡിലായ സാഹചര്യത്തിൽ ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി ഇവിടെ നിന്നും ഫോർട്ട് ആശുപത്രിയിലേക്ക് ബെയിലിൻ ദാസിനെ ഇപ്പോൾ അന്വേഷണ സംഘം കൊണ്ടുപോയിട്ടുണ്ട്. അതിനുശേഷം നേരെ ജയിലിലേക്കായിരിക്കും കൊണ്ടുപോകുക. കനത്ത സുരക്ഷ തന്നെയാണ് ഇവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. കാരണം അഭിഭാഷകർ കഴിഞ്ഞ ദിവസം രാത്രിയും ബെയിലിൻ ദാസിനെ പോലീസ് അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിൽ കസ്റ്റഡിയിലെടുത്തപ്പോൾ തന്നെ അഭിഭാഷകർ വലിയ തോതിൽ തടിച്ചുകൂടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. മാധ്യമപ്രവർത്തകർക്ക് നേരെ വളരെ മോശം രീതിയിലുള്ള സംസാരം ഒക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അത്തരത്തിൽ വലിയ സുരക്ഷ തന്നെയാണ് ഇവിടെ കോടതി വളപ്പിലും ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. കനത്ത പോലീസ് സുരക്ഷ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഏതായാലും തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 11-ലാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് ബെയിലിൻ ദാസിനെ ഹാജരാക്കിയത്. അതിനുശേഷം നിലവിൽ ഏതായാലും ബെയിലിൻ ദാസിന് ജാമ്യം നൽകരുത് എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് പ്രോസിക്യൂഷൻ പ്രധാനമായും മുന്നോട്ട് വെച്ചത്. കാരണം സ്ത്രീത്വത്തെ അപമാനിക്കൽ, മർദ്ദനം തുടങ്ങിയ വകുപ്പുകൾ ബെയിലിൻ ദാസിനെതിരെ ചുമത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ജാമ്യം നൽകരുത് എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് മുന്നോട്ട് വെച്ചത്. പക്ഷേ ശ്യാമിലിയിൽ നിന്നും തനിക്കും മർദ്ദനം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്, തനിക്കും ഗുരുതര പരിക്കുണ്ട് എന്നുള്ളതാണ് പ്രതിഭാഗം അഭിഭാഷകൻ പ്രതിക്ക് വേണ്ടി കോടതിയിൽ വ്യക്തമാക്കിയത്. അതുകൊണ്ട് തനിക്കും ചികിത്സയുടെ ആവശ്യമുണ്ട് എന്ന കാര്യങ്ങൾ കോടതിയെ ധരിപ്പിച്ചു. ഏതായാലും കോടതി ഇപ്പോൾ പ്രതിയുടെ വാദം അംഗീകരിച്ചിട്ടില്ല, റിമാൻഡിലേക്ക് പോയിരിക്കുന്നു. ഈ മാസം 30 വരെയാണ് ബെയിലിൻ ദാസിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഏതായാലും ഇവിടെ നിന്നും ഇപ്പോൾ അല്പസമയം മുമ്പാണ് ബെയിലിൻ ദാസിനെ കോടതിക്ക് പുറത്തേക്ക് ഇറക്കി വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി തിരുവനന്തപുരം ഫോർട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. തുടർന്ന് വൈദ്യപരിശോധന പൂർത്തിയാക്കിയതിനു ശേഷം അവിടെ നിന്നും നേരെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്കായിരിക്കും ബെയിലിൻ ദാസിനെ കൊണ്ടുപോകുക. നാളെയാണ് ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുക. അതിലായിരിക്കും ജാമ്യം നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ കോടതി തീരുമാനമെടുക്കുക. ഏതായാലും നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം ഏത് രീതിയിലാണ് തന്റെ ജൂനിയർ അഭിഭാഷകയോട് ബെയിലിൻ ദാസ് എന്ന് പറയുന്ന നിലവിൽ ഈ ബെയിലിൻ ദാസിനെതിരെ ഏതൊക്കെ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്? നിലവിൽ
സിജു, പ്രധാനമായും ചുമത്തിയിട്ടുള്ള വകുപ്പുകൾ ഒന്ന് സ്ത്രീത്വത്തെ അപമാനിക്കൽ, അതോടൊപ്പം തന്നെ ജോലി സ്ഥലത്ത് വെച്ചുള്ള മർദ്ദനം, അതുകൂടാതെ ഇന്നിപ്പോൾ മറ്റൊരു വകുപ്പ് കൂടി രാവിലെ ചുമത്തിയിരുന്നു. അത് മർദ്ദിച്ച് ഗുരുതരമായ മർദ്ദനം ഏൽപ്പിക്കൽ എന്നുള്ള വകുപ്പ് കൂടി ചുമത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ ബെയിലിൻദാസിനെതിരെ കഴിഞ്ഞ ദിവസം രാത്രിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്, കേസ് എടുത്തിട്ടുള്ളത്. ഈ വകുപ്പുകൾ ചുമത്തിയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രതിക്ക് ജാമ്യം നൽകരുത് എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് പ്രധാനമായും പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത്. ഏതായാലും പ്രോസിക്യൂഷന്റെ ഈ വാദം നിലവിൽ താൽക്കാലികമായെങ്കിലും അംഗീകരിച്ചു എന്ന് തന്നെ വേണം പറയാൻ. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ ബെയിലിൻദാസിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. അത് നാളത്തേക്ക് മാറ്റുകയും അതോടൊപ്പം തന്നെ ബെയിലിൻദാസിനെ 30 ദിവസത്തെ റിമാൻഡിലേക്ക് വിടുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ അല്പസമയം മുമ്പാണ് ബെയിലിൻദാസിനെ ഇവിടെ നിന്നും പുറത്തേക്ക്, അതായത് വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി കോടതിയിൽ നിന്നും പുറത്തേക്ക് ഇറക്കിയിരിക്കുന്നു.